നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വീണ്ടും ജോലി ഒഴിവുകൾ. അഭിമുഖത്തിലൂടെ നിയമനം. 7ാം ക്ലാസ് മുതൽ അവസരം. നഴ്സിംഗ് ട്യൂട്ടർ ഒഴിവും. നമസ്കാരം. സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോലി അന്വേഷിക്കുന്നവർക്ക് ശ്രദ്ധേയമായ 2 പുതിയ തൊഴിൽ അവസരങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം മുഖേന താൽക്കാലിക നിയമനം നടത്തുന്നു. കൂടാതെ പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ നഴ്സിംഗ് ട്യൂട്ടർ തസ്തികയിലേക്കും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഓരോ ഒഴിവിൻ്റെയും യോഗ്യത, പ്രായപരിധി, ശമ്പളം, അഭിമുഖ തീയതി എന്നിവ നോക്കാം. ആദ്യം ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഡ്രൈവർ ഗ്രേഡ് 2 ഒഴിവ്. ആകെ 2 ഒഴിവുകളാണ് ഉള്ളത്. അപേക്ഷകർ 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ കാറും ജീപ്പും ഓടിക്കാൻ സാധുവായ മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. 20 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനമായി 770 രൂപ ലഭിക്കും. ഓഗസ്റ്റ് 10-നാണ് അഭിമുഖം. അടുത്തതായി അസിസ്റ്റന്റ് ലൈൻമാൻ തസ്തിക. 1 ഒഴിവാണ് ഉള്ളത്. SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടാതെ വയർമാൻ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC നേടിയിരിക്കണം. 20 മുതൽ 36 വയസ്സ് വരെയാണ് പ്രായപരിധി. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനമായി 730 രൂപ ലഭിക്കും. ഓഗസ്റ്റ് 11-ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് അഭിമുഖം. ഹെൽപ്പർ തസ്തികയിൽ 2 ഒഴിവുകളുണ്ട്. 7ാം ക്ലാസ് പാസ്സായിരിക്കണം. കൂടാതെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ KSEBക്ക് കീഴിലുള്ള NMR വർക്കർ യോഗ്യത വേണം. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഇലക്ട്രിക്കൽ വിങ്ങിൽ പ്രവൃത്തി പരിചയവും ആവശ്യമാണ്. 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. ദിവസവേതനം 710 രൂപയാണ്. ഓഗസ്റ്റ് 11-ന് വൈകുന്നേരം 3 മണിക്കാണ് അഭിമുഖം. പ്ലംബർ തസ്തികയിലേക്ക് 1 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപേക്ഷകർ SSLC അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടിയിരിക്കണം. കൂടാതെ കേരള സർക്കാർ അംഗീകരിച്ച പ്ലംബർ സർട്ടിഫിക്കറ്റ്, ITI അല്ലെങ്കിൽ NCVT യോഗ്യത ഉണ്ടായിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ദിവസവേതനമായി 770 രൂപ ലഭിക്കും. ഇനി പത്തനംതിട്ട ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിലെ നഴ്സിംഗ് ട്യൂട്ടർ ഒഴിവ്. ആകെ 2 ഒഴിവുകളാണുള്ളത്. ഇതിൽ 1 ഒഴിവ് ഓപ്പൺ വിഭാഗത്തിനും മറ്റൊന്ന് പട്ടികജാതി വിഭാഗത്തിനുമാണ് സംവരണം ചെയ്തിരിക്കുന്നത്. SC വിഭാഗത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഇല്ലെങ്കിൽ നിലവിലുള്ള സംവരണ ചട്ടങ്ങൾ അനുസരിച്ച് മറ്റു വിഭാഗങ്ങളെയും പരിഗണിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. അപേക്ഷകർക്ക് MSc നഴ്സിംഗ് യോഗ്യതയും നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷനും നിർബന്ധമാണ്. പരമാവധി പ്രായപരിധി 41 വയസ്സ്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 25,000 രൂപ ശമ്പളം ലഭിക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, പ്രൊഫഷണൽ യോഗ്യത എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഓഗസ്റ്റ് 7-നകം ബന്ധപ്പെട്ട എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നേരിട്ട് ഹാജരാകണം. നിലവിൽ ജോലി ചെയ്യുന്നവർ ബന്ധപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് NOC ഹാജരാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഈ അവസരത്തിന് അനുയോജ്യരായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വിവരം തീർച്ചയായും ഷെയർ ചെയ്യുക. ഇത്തരം ഏറ്റവും പുതിയ കേരള സർക്കാർ ജോലി വാർത്തകളും PSC കേന്ദ്ര സർക്കാർ ജോലികളും വിദ്യാഭ്യാസ അവസരങ്ങളും ദിവസേന അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.